മലയുടെ മുൻപിൽ നിൽക്കുകയാണ്. ആ മലയുടെ മുകൾ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കാരണം നിറയെ മേഘങ്ങളാണ്. വശങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതിങ്ങനെ അനന്തമായി നീളാണ്. ആ മല ഉണ്ടാക്കിയിരിക്കുന്നത് കല്ലും മണ്ണും പുൽച്ചെടികളും കാടും പാറക്കെട്ടുകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ടൊന്നുമല്ല, മറിച്ച് നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങൾ, ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, ഇൻസെക്യൂരിറ്റീസ്, ഇംപെർഫെക്ഷൻ, നിങ്ങൾ നിരന്തരമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺസ്, അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ധൈര്യക്കുറവ്, സെൽഫ് ക്രിറ്റിസിസം, ആത്മവിമർശനം, നിങ്ങൾ പോരാ, ഐ ആം നോട്ട് ഇനഫ് എന്ന ചിന്ത, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഹാർട്ട് ബ്രേക്സ്, ട്രോമ, ഹാർഡ്ഷിപ്സ്, ലിമിറ്റിംഗ് ബിലീഫ്സ്, നിങ്ങളുടെ ചിറകുകൾ അരിയുന്ന ചിന്താഗതികൾ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മലയാണ്. ആ മല താണ്ടണം, അതിനെ കീഴടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും എന്തോ ഒരു കാര്യം വന്ന് നിങ്ങളെ 2 സ്റ്റെപ്പ് പിറകോട്ട് വലിക്കുകയാണ്. അതെന്താണെന്നറിയോ? അത് മടിയല്ല, ലേസിനെസ് അല്ല, അതാണ് സെൽഫ് സാബോട്ടാജ്. ബ്രയാന വെസ്റ്റിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമാണ് ദ മൗണ്ടൻ ഈസ് യു. നമ്മളുടെ സെൽഫ് സാബോട്ടാജിനെ സെൽഫ് ഡിസ്കവറിയിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണ് എന്ന് പ്രതിപാദിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ഒരു മല നമ്മൾ കയറുമ്പോൾ അതിന്റെ ഓരോ സ്റ്റെപ്പും മാറ്റർ ചെയ്യും അല്ലേ? ചില സ്റ്റെപ്പ് നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഫാസ്റ്റ് പേസിൽ കയറും, ചില സമയത്ത് നമ്മൾ ടയേർഡായിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഓരോ സ്റ്റെപ്പും അവിടെ കൗണ്ട് ചെയ്യും. നമ്മളുടെ വളർച്ച, ഗ്രോത്ത് എന്ന് പറയുന്നത് ഡിസ്കംഫർട്ടിലൂടെ കൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഗോൾസിനെ, ജീവിത ലക്ഷ്യങ്ങളെ അഫക്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഓൾഡ് പാറ്റേൺസ് തന്നെ പിന്നെയും ഫോളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇതല്ല എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഒരു ഇന്റേണൽ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ, ആ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിനൊക്കെ തന്നെയാണ് ഈ സെൽഫ് സാബോട്ടാജ് എന്ന് പറയുക. നമ്മളുടെ ബ്രെയിനും നമ്മളുടെ മൈൻഡും തമ്മിലുള്ള ഒരു വാർ അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും സേഫ്റ്റിയാണ് നോക്കുക, സർവൈവൽ, നമ്മുടെ നിലനിൽപ്പ്, അധികം ഹേർട്ടൊന്നും ആവാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ബ്രെയിൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ള ആ ട്രോമകളൊക്കെ നമ്മളുടെ ബ്രെയിൻ കുറിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ബ്രെയിൻ നമ്മൾക്ക് ചുറ്റും ഒരു വാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാളിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും തോറും നമ്മൾ എന്തോ ഒരു കാര്യം പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. ആ വേൾഡ്സിന് അപ്പുറം കടക്കുക, നമ്മളുടെ ഗ്രോത്തിന് വേണ്ടി ആ ഡിസ്കംഫർട്ടും സഹിക്കാൻ റെഡിയാണ്, കാൽക്കുലേറ്റഡ് റിസ്ക്സും എടുക്കാൻ റെഡിയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിനെ വളർത്തിയെടുക്കുക എന്നതിന് വേണ്ടി നമ്മൾക്ക് ME സ്കിൽസ്, മെന്റൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സെൽഫ് സാബോട്ടാജ് എന്നുള്ള ആ ഒരു കാര്യം ഓവർകം ചെയ്യാനായിട്ട് 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്തത്, എന്താണ് അതിന്റെ റൂട്ട് കോസ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നൊക്കെ തന്നെ ആയിരിക്കണം അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക. എവിടെയൊക്കെയോ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ്ക്ലൂഡ് ആക്കപ്പെട്ടിട്ടുണ്ട്, ട്രോമകൾ അനുഭവിക്കേണ്ട വന്നിട്ടുണ്ട്, മറ്റുള്ളവരോട് പറയാത്ത എന്തൊക്കെയോ മാനസിക സംഘർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ഈ സെൽഫ് സാബോട്ടാജിന്റെ റൂട്ട് കോസ്. മറ്റുള്ളവരാൽ ഹേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഭയക്കുന്ന ഒരു കാര്യമായിരിക്കും. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാനായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും തോറും പലപ്പോഴും നമ്മളുടെ റിയാലിറ്റി തന്നെ നമ്മൾ മറന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായേക്കാം. നമ്മൾക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ബിലീഫ്, സെൽഫ് ലവ്, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ സെൽഫ് സാബോട്ടാജിനെ നമ്മൾക്ക് പിന്തള്ളാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത കാര്യം, ആ പേഴ്സണാലിറ്റി ഫ്ലോസിനെ, ME ഫ്ലോസ്, മെന്റൽ ആൻഡ് ഇമോഷണൽ ഫ്ലോസിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരെണ്ണത്തിന്റെ കാരണം കണ്ടെത്തിയാൽ പിന്നെ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. 3ാമത്തെ കാര്യം, ലിസൺ ടു യുവർ ഗട്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇൻട്രൂസീവ് തോട്ട്സ് ഒക്കെ എപ്പോഴും വിൻ ചെയ്യും എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാവും. നമ്മളുടെ മനസ്സ് പറയുന്നു എന്ന് പറയാറില്ലേ, മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുമ്പോഴാണ് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നത്. എല്ലാ കാലത്തും അത് അങ്ങനെയായിരുന്നു. എവിടെയെങ്കിലും ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശുമ്പോൾ ചിലരെന്ത് ചെയ്യും, അതിനെ മതില് കെട്ടി പ്രതിരോധിക്കും, മറ്റു ചിലർ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കും. നമുക്ക് മുൻപിലുള്ള ഈ മൗണ്ടന് മുമ്പിൽ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ യാത്ര അവിടെ നിർത്തുക, അവിടെ സ്റ്റോപ്പ് ചെയ്യുക, നമ്മുടെ കംഫർട്ട് സോൺ, ആ വാലിയിൽ തന്നെ അങ്ങനെ ജീവിക്കുക. രണ്ടാമത്തെ കാര്യം ആ മൗണ്ടനെ കീഴടക്കുക, അതിന്റെ സമ്മിറ്റിലെത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലുപരി ആ മൗണ്ടനെ നമ്മൾ കീഴടക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഗ്രൗണ്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റിയാലിറ്റി, നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളെ ഫോഴ്സ്
ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ ഫേക്ക് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി എന്താണോ അതിനെ സെൽഫ് ഡിസ്കവറി നമ്മൾ സ്വയം കണ്ടെത്തിക്കൊണ്ട് ആ റിയാലിറ്റിയിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ ഹോൾസം പേഴ്സണാലിറ്റി ആയി മാറണം. ആ എംപ്റ്റിനെസ് അവിടെ പോവുകയാണ്. അവിടെ നമ്മൾ നമ്മളുടെ റിയൽ നമ്മളായി മാറിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് പൂർണ്ണമായ സന്തോഷത്തോടെ ആ ഡിസ്കംഫർട്ടിനെയും എൻജോയ് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും ഒരേ ജോലി തന്നെ ചെയ്യേണ്ട വരിക. പ്രോഗ്രസ്സിനെ നിങ്ങൾ ഭയന്ന്, പ്രോഗ്രസ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു മാറ്റത്തെ ഡിസ്കംഫർട്ടിനെ ഭയന്ന് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ബന്ധങ്ങളിൽ അതിനപ്പുറത്തേക്ക് എന്താവും സംഭവിക്കുക എന്ന് ഭയന്നുകൊണ്ട് തുടർന്നു കൊണ്ടിരിക്കുക. ടോക്സിസിറ്റി സഹിക്കുക തുടങ്ങി അൺഫെമിലിയർ ആയിട്ടുള്ള സാഹചര്യങ്ങളെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഫെമിലിയർ ആയിട്ടുള്ള നിങ്ങളെ താഴോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഈ സെൽഫ് സാബോട്ടാജിനെ ഓവർകം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥം, നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സെൽഫ് സാബോട്ടാജ് എന്ന പിൻവലിയിപ്പിക്കുന്ന ശക്തിയെ പിന്തള്ളിക്കൊണ്ട് നമ്മുടെ മുൻപിലുള്ള ആ മല കയറാനായിട്ട് ഓരോ ദിവസവും മുന്നോട്ട് സ്റ്റെപ്പ് വെച്ച് മുകളിലോട്ട് കയറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കണം. If you like this video, do subscribe to my channel and let me know in the comment section what kind of content you would like to get from me. Thank you so much.